ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇന്ന് പണം കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അത് രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഹരി, സത്യം പറഞ്ഞ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ്. ആളുകൾ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ MRP എടുക്കാൻ ആരും തയ്യാറില്ല. ഈ മനുഷ്യന്റെ കാര്യവും പ്രകൃതിയുടെ കാര്യവും ഒരുപോലെ തന്നെയാ. ചിലപ്പോ മഴക്കാറ് വരും, ചിലപ്പോ പൊള്ളുന്ന വെയില് വരും, ചിലപ്പോ കുത്തിയൊലിച്ച് വെള്ളപ്പൊക്കവും വരും. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും അതിനുശേഷം ഒരു ശാന്തത വരും. ദാ നമ്മളിപ്പോ അനുഭവിക്കുന്നത് പോലെ. ശരിയല്ലേ? പറ. എന്ത്? എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അത് ഇപ്പോഴത്തെ കാര്യമല്ല. പിന്നെ എപ്പോഴത്തെ? നമ്മുടെ നന്മ പ്രൊഡക്റ്റ് ഇവിടം വിട്ട് കേരളം മൊത്തം നിറഞ്ഞു കഴിഞ്ഞിട്ട് ഹരി എന്ന കർഷകന്റെ അത്ഭുത വിജയത്തെക്കുറിച്ച് പത്രങ്ങളും മീഡിയാസൊക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യം. ആ, അപ്പൊ നടക്കാത്ത കാര്യമാണല്ലേ? ആ, എന്താ നടക്കാത്തെ? ഇപ്പോഴത്തെ കാലത്തെ നല്ലൊരു പച്ചക്കറി കൊടുത്താൽ പോലും ദൈവദൂതനെ പോലെ ആൾക്കാർ കാണുന്ന. അല്ല, നമ്മുടെ ഉല്ലാസല്ലേ, നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉല്ലാസിനോട് ഇപ്പൊ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. ഇപ്പൊ തുടങ്ങല്ലോ മീഡിയ കവറേജ് ഒക്കെ. അതൊന്നും വേണ്ട. കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിയും നമുക്ക് വേണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നി വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങനെ പരക്കട്ടെന്നേ. ആ, പിന്നെ നമ്മുടെ ഐഡിയാസ് ഒന്നും വിടണ്ട. ശരി, ഇനിയിപ്പോ അങ്ങനെയൊക്കെ ആയെന്ന് തന്നെ വെച്ചോ. അതൊക്കെ കഴിഞ്ഞ് ഈ പത്രങ്ങളും മീഡിയാസൊക്കെ കൂടി എന്നെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി എന്ന് വിചാരിക്കുക. തന്റെ പ്ലാൻ പറ. ചിരിക്കരുതേ. ഇല്ല. ഒന്ന്, ഇപ്പൊ ജോലി എടുക്കുമ്പോ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരാം. നമുക്ക് സൗകര്യങ്ങളൊക്കെ ആയാല് അത് നിർത്തണം. എല്ലാവർക്കും ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്തിട്ട് സൗജന്യമായിട്ട് കൊടുക്കണം. അതൊരു ഗുഡ് ഐഡിയ. പിന്നെ രണ്ട്, എല്ലാവരുടെ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു വിഹിതം നമ്മൾ പിടിച്ചു വെക്കുന്നു. ചെറുതെന്ന് പറഞ്ഞ കുഞ്ഞ്. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിലും കല്യാണോ മക്കളുടെ പഠിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ കൂടെ പൈസ ഇട്ട് ഒരു തുകയായിട്ട് അവർക്ക് കൊടുക്കണം. അത് കലക്കി. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ, ഇനിയുള്ളതാണ് പ്രധാനം. കുറെ ആൾക്കാര് വയ്യാതെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തവര്. അത്രയ്ക്കൊക്കെ നമ്മൾ ചിന്തിച്ച് എത്തുമെന്നറിയില്ല. അവരെ എല്ലാവരെയും ഒരു സ്ഥലത്താക്കിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ട ഫുഡും കൊടുക്കണം. അതെ, താനിപ്പം നിൽക്കുന്നത് അംബാനിയുടെയോ അദാനിയുടെയോ മുന്നിലൊന്നും അല്ലല്ലോ. അല്ലെ, ഇതിപ്പം ഞാനല്ലേ, പാവപ്പെട്ടൊരു ഹരി. ഈ പാവപ്പെട്ടവനൊക്കെ ഇങ്ങ് മാറുമല്ലോ. അപ്പോഴത്തെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യോ? തീർച്ചയായിട്ടും ചെയ്യും. എടോ, ഇതൊക്കെ എന്റെ മനസ്സിലുള്ളതാ. നമുക്ക് ചുറ്റും വേദനിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവണം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തിനും ഞങ്ങളുടെ നന്മയുണ്ടെന്ന് പറയുന്നൊരു കാലമില്ലേ? അതാ എന്റെ സ്വപ്നം. നാളെ പോയി റിട്ടേൺസ് ഒക്കെ നോക്കട്ടെ, അപ്പൊ അറിയാം നന്മ ക്ലിക്കായോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊന്നിരിക്കുന്നു, ടോട്ടൽ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു ഒറ്റ പോക്ക. അതെ, ഞാനേ ഈ ചില സിനിമകളൊക്കെ കാണില്ലേ, ഒരൊറ്റ പാട്ടിന്റെ ഇടയില് ഈ നായകനൊക്കെ വളർന്ന് വളർന്ന് കൊമ്പത്തൊക്കെ എത്തുന്നത്.
അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഉം. അങ്ങനെ ഒറ്റ പാട്ടുകൊണ്ട് നായകൻ മൂക്കുകുത്തി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാട്ട് വേണ്ട. ശരി, പാട്ട് വേണ്ട, നമുക്ക് ഓൺലി റിയാലിറ്റി. എന്ത് രസമാണോ താനിപ്പോ ഈ സംസാരിക്കുന്ന കേട്ടിരിക്കാൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകള്. പക്ഷെ എവിടെ വെച്ച് മുറിഞ്ഞു പോയി. പിന്നെ വല്ലാണ്ട് ദുരിതമായിരുന്നു. അപ്പൊ ഈ പറയുന്നതൊക്കെ പുറത്തു വരൂ. ഉള്ളിൽ കരയുമ്പോ നല്ലൊരു വാക്ക് വരില്ല. ജീവിതത്തിൽ ഇപ്പൊ കരച്ചിലല്ല, പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. ഐ എം ഹാപ്പി. ആണല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. ശരി, നേരെ ഒന്ന് വിളിക്കട്ടെ. ഹലോ. ഹലോ സാർ, ഞാൻ ഹരിയ, നന്മ പ്രോഡക്ട്സിന്റെ. ആ ഹരി, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. അല്ല, ഇന്ന് പണം കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അത് രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഹരി, സത്യം പറഞ്ഞ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ്. ആളുകൾ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ MRPക്ക് എടുക്കാൻ ആരും തയ്യാറില്ല. കൂടി വന്ന 1-2 കിലോ, വലുതായിട്ടൊന്നും ചെലവായിട്ടില്ലെന്നേ. അയ്യോ സാർ, ആളുകളൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. അതുവരെ എനിക്ക് ഷോപ്പില് ഇത്രയും സ്പേസ് കളയാൻ പറ്റുമോ? അതുമാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ട് മടങ്ങുന്നവര് വില കൂടുതലാണെന്ന് ഒരു വാക്ക് പറഞ്ഞാലേ, അത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാത്രമല്ല, എന്റെ സൂപ്പർ മാർക്കറ്റിൽ പൊതുവിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണെന്നാവും. സാർ, അങ്ങനെയൊന്നും അല്ല. ബിസിനസ് ഹരി എന്നെ പഠിപ്പിക്കണ്ട. ഒരു കാര്യം ചെയ്താൽ മതി, ഈ സാധനങ്ങൾ വന്ന് തിരിച്ചെടുക്കാൻ നോക്ക്. ഈ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം പണം തന്നാ മതിയെന്ന് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, എപ്പോഴാ നിങ്ങൾ വണ്ടി അയക്കുന്നെന്ന് പറഞ്ഞാൽ മതി. റമീസെ, ഞാൻ ഹരിയ, നന്മയുടെ. പറഞ്ഞോ. റമീസിന്റെ ഏർപ്പാടില് നമ്മളൊരു 5-10 സ്റ്റോളുകളിൽ പച്ചക്കറി കൊടുത്തിരുന്നല്ലോ. അതിന്റെ ഫണ്ട് ഇന്ന് കളക്ട് ചെയ്യേണ്ടതാ. താനൊന്ന് വിളിച്ച് പറയുമായിരുന്നെങ്കിൽ. എന്ത് ഫണ്ട് കളക്ട് ചെയ്യാനാ ഹരി? വിറ്റുപോയാലല്ലേ കാശ് കിട്ടൂ. നേരം വെളുത്തപ്പോ മുതല് ആ ഷോപ്പുകാരൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ. ഹരി ഒരു വണ്ടി അയച്ചാലേ ഞാൻ സാധനങ്ങൾ കൊടുത്തുവിടാം. മാത്രമല്ല, എനിക്കിതിന്റെ ഇടനിലക്കാരുടെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ല. അല്ല റമീസ്, നമ്മള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതേ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. മധുര നൊമ്പരക്കാറ്റ്